എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ, എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ, എ റൈസ് ടു 0, എ ബി ദ ഹോൾ റൈസ് ടു എം, എ ബൈ ബി ഹോൾ റൈസ് ടു എം, എ റൈസ് ടു എം ഇസ് ഈക്വൽ ടു എ റൈസ് ടു എൻ. അങ്ങനെ 8 കൃത്യംഗ നിയമങ്ങൾ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കാറുണ്ട്. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത CPO വിമൻ CPO പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനിടയിൽ ഏറ്റവും അവസാനം നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച എഴുതി മാറിയ നമ്മുടെ പോലീസ് ഡ്രൈവർ പരീക്ഷയിലെ ചില മാത്സിൻ്റെ ചോദ്യങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം നടന്നുപോയ ഫോഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ എഴുതാൻ പോകുന്ന നമ്മുടെ പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അപ്പം ഏതൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കാം. സോ ആ ചോദ്യങ്ങൾ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണോ വന്നിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെ വരാം എന്നുള്ളത് കൂടി നമ്മൾ ക്ലാസ്സിൽ പറയും. സോ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കടന്നുപോയ പോലീസ് ഡ്രൈവർ പരീക്ഷയുടെ 10 മാത്സിൻ്റെ ചോദ്യങ്ങളാണ്. 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ട് നമ്മൾ കുറച്ച് കണ്ടന്റ് ഉൾപ്പെടുത്തുന്നു, കുറച്ച് ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുന്നു. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്നു. കാരണം വീഡിയോ ലെങ്തി ആണ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ചോദ്യം പറഞ്ഞ് ക്വസ്റ്റ്യൻ പറഞ്ഞ് ആൻസർ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. ഒരു ചോദ്യം പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്നും ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പഠിക്കേണ്ടത് എന്ന ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. സോ വീഡിയോ ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ CPO വിമൻ CPO പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികളിലേക്ക് നിങ്ങളിത്, ഫ്രണ്ട്സിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്തെത്തിക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദിച്ചു മാറിയ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്താറുണ്ട്. സോ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് തവണ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ എല്ലാവരും ആൻസർ എഴുതിയിട്ടുണ്ടാവും. റൂട്ടിനകത്ത് കുറേ റൂട്ട് വരുന്ന ചോദ്യങ്ങൾ. കാരണം മക്കളെ, റൂട്ടിനകത്ത് കുറേ റൂട്ട് വരുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും വലത്തെ അറ്റത്തെ റൂട്ട് ആദ്യം ചെയ്യുക. എന്നിട്ട് പുറത്തേക്ക് നിങ്ങൾ ഓരോ റൂട്ടുകൾ ഒഴിവാക്കി വരണം. ഏറ്റവും റൈറ്റ് അല്ലെങ്കിൽ ഏറ്റവും അകത്ത് കിടക്കുന്ന റൂട്ട് ആദ്യം ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് ഓരോ റൂട്ടുകൾ ഒഴിവാക്കി വരണം. അപ്പൊ ഇവിടെ ഏറ്റവും അകത്ത് കിടക്കുന്ന റൂട്ട് 16 ആണ്. എടാ, റൂട്ട് 16ന്റെ വില എത്ര? 4. അതവിടെ എഴുതണം. റൂട്ട് 16ന്റെ വില എത്ര? 4. 16ന്റെ റൂട്ട് 4. സ്വാഭാവികമായിട്ടും 21ഉം 4ഉം കൂടെ കൂട്ടിയാൽ 25 ആണെന്ന് അറിയാം. 21ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ 25 ആണ്. ആ 25ന്റെ റൂട്ട് നമുക്കെല്ലാവർക്കും അറിയാം. 5 പുറത്തെഴുതി. 5 ആണ്, 5 പുറത്തെഴുതി. 4ഉം 5ഉം കൂടെ കൂട്ടിയാൽ 9 വരും. ആ 9ന്റെ റൂട്ട് 3 ആണ്, അത് പുറത്തെഴുതി. 3ഉം 1ഉം കൂടെ കൂട്ടിയാൽ 4 വരും. 4ന്റെ റൂട്ട് 2 ആണ്. ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ. ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ റൂട്ടിനകത്ത് കുറേ റൂട്ട് വരുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും വലത്തെ അറ്റത്തെ റൂട്ട്, ഏറ്റവും അകത്ത് കിടക്കുന്ന റൂട്ട് ആദ്യം ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് ഓരോ റൂട്ടുകൾ ഒഴിവാക്കി വരണം. എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും അകത്ത് കിടക്കുന്ന റൂട്ടാണ് ആദ്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാണ്. ഒരു കാരണവശാലും ഇത്തരം ചോദ്യങ്ങൾ കിട്ടിയാൽ വിട്ടുപോകാൻ പാടില്ല. റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗവും വർഗമൂലവും എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത്. ആ ചാപ്റ്റർ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. 999ന്റെ സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ എത്ര എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ട് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ 999ന്റെ സ്ക്വയർ എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല.
ഇത് സർവസമവാക്യങ്ങൾ അല്ലെങ്കിൽ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സർവസമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 7 സർവസമവാക്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കാറുണ്ട്. a+b² a-b² a+b³ a-b³ ഉൾപ്പെടെയുള്ള 7 സർവസമവാക്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കാറുണ്ട്. സോ ആ 7 സർവസമവാക്യങ്ങളിലെ ഏറ്റവും അവസാനത്തെ സർവസമവാക്യവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കാണുമ്പോഴേ അറിയാം a² - b² ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ എടാ a² - b² എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം a+b × a - b ആണ്. a+b × a - b. a² - b² a+b × a - b. എയുടെ വില 999, ബിയുടെ വില 1. അപ്പോൾ a+b എന്ന് പറഞ്ഞാൽ 999 ഒന്നും കൂടെ കൂട്ടിയാൽ 1000 വരും. അതേപോലെ a - b എന്ന് പറഞ്ഞാൽ 999 നിന്ന് 1 കുറയ്ക്കണം. 999 നിന്ന് 1 കുറച്ചാൽ 998 ആണ് കേട്ടോ. 998. ആ 998നെ 1000 കൊണ്ട് ഗുണിക്കാൻ, ഒരു സംഖ്യയെ 1000 കൊണ്ട് ഗുണിക്കാൻ 3 0 ഇട്ട് കൊടുത്താൽ മതി. 998നെ 1000 കൊണ്ട് ഗുണിക്കാൻ 3 0 ഇട്ട് കൊടുക്കുക. ഈ ആൻസർ എവിടെങ്കിലും കാണും. 9,98,000 എന്നൊരു ആൻസർ എവിടെങ്കിലും ഉണ്ടോ നോക്കുക. അത് ഓപ്ഷൻ ബി ആയിരുന്നു. അതായിരുന്നു റൈറ്റ് ആൻസർ. ഇതായിരുന്നു ചോദിച്ച രണ്ടാമത്തെ ചോദ്യം. വളരെ എളുപ്പമുള്ള, വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സർവസമവാക്യങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട സിമ്പിൾ ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചു മാറിയത്. അടുത്തത് 2/1000 മൈനസ് 2/999 എന്നാണ് ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് നേരത്തെ മുൻ വർഷങ്ങളിലെ. കൃത്യംഗങ്ങൾ അല്ലെങ്കിൽ എക്സ്പോണൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കൃത്യംഗ സംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എക്സ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. കൃത്യംഗ സംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ 8 കൃത്യംഗ നിയമങ്ങൾ പഠിക്കാറുണ്ട്. 8 കൃത്യംഗ നിയമങ്ങൾ പഠിക്കാറുണ്ട്. a⁻m × a⁻n, a⁻m / a⁻n, a⁻m the whole raised to n, a⁻0, ab the whole raised to m, a/b whole raised to m, a⁻m is equal to a⁻n. അങ്ങനെ 8 കൃത്യംഗ നിയമങ്ങൾ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കാറുണ്ട്. ആ ഒരു ഭാഗം നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചുകൊണ്ട് വേണം എക്സാമിന് പോകാൻ. ഇത് വളരെ സിമ്പിൾ ചോദ്യം. 2/1000 നിന്നും 2/999 കുറച്ചാൽ എത്ര എന്ന ചോദ്യം. പ്രത്യേകിച്ച് കൃത്യംഗ നിയമങ്ങളൊന്നുമില്ല. നിങ്ങൾ പെട്ടെന്ന് 2/1000 മൈനസ് 2/999 എന്നൊക്കെ കാണുമ്പോൾ 1999 കുറച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കും. തെറ്റാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. സോ കൃത്യംഗ സംഖ്യകളുടെ കുറയ്ക്കുന്നത് അല്ലെങ്കിൽ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊന്നും ഇല്ല. ഗുണിക്കാനായിരുന്നുവെങ്കിലേ നിയമം ഉണ്ടായിരുന്നു. അപ്പൊ കൃത്യംഗ സംഖ്യകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ കൂട്ടാനോ കുറയ്ക്കാനോ ചോദിച്ചാല് ഒരു നിയമവും ഇല്ലെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ഏറ്റവും ചെറിയ സംഖ്യ വെളിയെടുക്കുക. ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യ 2/999 ആണ്. അതങ്ങ് വെളിയെടുക്കുക. എടാ മക്കളെ 2/999 2/999 വെളിയെടുത്തു കഴിഞ്ഞാൽ ബാക്കി 2/1 വരും. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോ. 2/999 2/1 കൂടെ ഗുണിച്ചാൽ 2/1000 ആണ്. അതേപോലെ 2/999 2/999 പുറത്തേക്ക് എടുത്താൽ പിന്നെ ബാക്കി അവിടെ 1 വരും. വേറൊന്നുമില്ല. അപ്പോൾ 2/1000 മൈനസ് 2/999 ആണ് ചോദിച്ചത്. കോമൺ ആയിട്ട് നമുക്ക് 2/999 വെളിയെടുക്കാം. ഏറ്റവും ചെറിയ സംഖ്യ വെളിയെടുത്താൽ മതി. 2/999 വെളിയെടുത്താൽ പിന്നെ ബാക്കിയുള്ളത് 2/1 മൈനസ് 1 അകത്തോട്ട് ഗുണിക്കുമ്പോൾ കറക്റ്റ് മുൻ
പ്രീവിയസ് സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. 2/999 2/1 കൊണ്ട് ഗുണിച്ചാൽ 2/1000 ആണ്. അതേപോലെ 2/999 2/999 വെളിയെടുത്താൽ പിന്നെ 1 വരും. സോ 2/999 ഇൻറ്റു 2/1 1 കുറച്ചാൽ 2/1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2-1 കുറച്ചാൽ 2-1 കുറച്ചാൽ 1 ആണ്. 2-1 കുറച്ചാൽ 1 ആണ്. 2/999 1 കൊണ്ട് ഗുണിച്ചാൽ 2/999 തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഓപ്ഷൻ ഡി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. ഇത്തരം ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ചെറിയ സംഖ്യ വെളിയെടുക്കുക, ഏറ്റവും ചെറിയ സംഖ്യ വെളിയെടുക്കുക, ഏറ്റവും ചെറിയ സംഖ്യ വെളിയെടുത്തു കഴിഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങളുടെ ആൻസർ ആവും. എന്നിട്ട് ബാക്കിയുള്ളത് കൃത്യങ്ക നിയമങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് അപ്ലൈ ചെയ്യാനൊന്നും ഇല്ലെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സോ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും, കരുതിയിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ, സോ 2 മാസത്തെ സമയമാണ് നമുക്ക് പരീക്ഷയ്ക്കുള്ളത്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത്തരത്തിലെ നമ്മൾ പുതിയൊരു ബാച്ച് ഓപ്പൺ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സോ ഒരു ക്രാഷ് ലെവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഏതൊക്കെ മേഖലകൾ, സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അതുപോലെ ഏതൊക്കെ ഭാഗങ്ങൾ പഠിച്ചാൽ ഏറ്റവും മിനിമം സമയം കൊണ്ട് നമുക്ക് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു 60 ദിവസം, അതായത് 2 മാസം കൊണ്ട് തീരുന്ന രീതിയിൽ ഒരു പുതിയ ബാച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ആ ഒരു ബാച്ചിലേക്ക് ഇനിയും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ 8590202323 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. റിസൾട്ട് ഓറിയന്റഡ് ബാച്ചാണ്. അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മളുടെ ഉദ്യോഗാർത്ഥികൾ ആദ്യത്തെ 100-നകത്ത് അല്ലെങ്കിൽ 200-നകത്ത് ഉണ്ടാകണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുന്ന ബാച്ചാണ്. നിങ്ങളുടെ റിസൾട്ട് തന്നെയാണ് സ്ഥാപനത്തിൻ്റെ അസറ്റ്. സോ സ്ഥാപനം എപ്പോഴും നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടി പരമാവധി ഫോക്കസ് ചെയ്ത് ഏറ്റവും മികച്ച രീതിയിലുള്ള ഔട്ട്പുട്ടുകളായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ആ നമ്പറിലെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ആ ബാച്ചിലേക്ക് വരണം. അപ്പോൾ നമ്മൾ മറ്റൊരു ടോപ്പിക്കിലേക്ക്, മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. ഇതായിരുന്നു അടുത്തതായിട്ട് ചോദിച്ച മറ്റൊരു ചോദ്യം. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരെണ്ണം 3/4, ബാക്കിയുള്ളത് 6/5, 8/7 ആണ്. ഒരെണ്ണം മാത്രമാണ് സാധാരണ ഭിന്നസംഖ്യയായിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള 3 ഭിന്നസംഖ്യകളും വിഷമ ഭിന്നമാണ്. ഇവിടെ സാധാരണ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ അംശം ചെറുതും ഛേദം വലുതുമാണെങ്കിൽ അത്തരം ഭിന്നസംഖ്യകളെ പറയുന്ന പേരാണ് സാധാരണ ഭിന്നസംഖ്യ. നേരെ തിരിച്ച് അംശം വലുതും ഛേദം ചെറുതുമാണെങ്കിൽ അത്തരം ഭിന്നസംഖ്യകളെ വിഷമ ഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിലെ നോക്കുമ്പോൾ ആദ്യം ഒരു സാധാരണ ഭിന്നസംഖ്യ തന്നിട്ടുണ്ട്, പിന്നെയുള്ളതെല്ലാം വിഷമ ഭിന്നങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഏറ്റവും ചെറുത് സാധാരണ ഈ വിഷമ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് വിഷമ ഭിന്നസംഖ്യ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നത് അംശം വലുതും ഛേദം ചെറുതുമാണെങ്കിൽ അത്തരം ഭിന്നസംഖ്യകളെ പറയുന്ന പേരാണ് വിഷമ ഭിന്നം. മാത്രമല്ല വിഷമ ഭിന്നസംഖ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, എല്ലായ്പ്പോഴും ഉത്തരം 1-നേക്കാളും കൂടുതലായിരിക്കും. അതിൻ്റെ ഉത്തരം എന്തായാലും 1-നേക്കാളും കൂടുതലായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഉത്തരം എല്ലായ്പ്പോഴും 1-നേക്കാളും കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ട് ഇവിടെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ 3/4 തന്നെയാണ്. അപ്പം ഏറ്റവും ചെറുത് 3/4 ആരോഹണ ക്രമത്തിൽ എഴുതാനാ. ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഏറ്റവും ചെറുത് 3/4. എടാ, ഏറ്റവും ചെറിയ ഭിന്നസംഖ്യയിൽ നിന്നും ഏറ്റവും വലിയ ഭിന്നസംഖ്യയിലേക്കുള്ള അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് ആരോഹണ ക്രമം അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ എന്ന് പറയും. ഏറ്റവും ചെറുത് 3/4. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ 3/4 സ്റ്റാർട്ട് ചെയ്യുന്ന 3 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒരെണ്ണം വെട്ടിക്കളയാം. ആ സി അല്ല ആൻസർ. അപ്പോൾ തുടക്കം 1 ആണ്. ബാക്കിയുള്ളത് 6/5 ഉണ്ട്, 9/8 ഉണ്ട്, 8/7 ഉണ്ട്. വിഷമ ഭിന്നമാണ്.
മാത്രമല്ല ഈ വിഷമ ഭിന്ന സംഖ്യകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടി അവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കവിടെ കാണാൻ സാധിക്കും. എടാ മക്കളെ, അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ്. അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ്. 6 ൽ 5 കുറച്ച 1, 9 ൽ 8 കുറച്ച 1, 8 ൽ 7 കുറച്ച 1. അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ്. 6 ൽ 5 കുറച്ചാലും 9 ൽ 8 കുറച്ചാലും 8 ൽ 7 കുറച്ചാലും എല്ലാം വ്യത്യാസം തുല്യമാണ്. അങ്ങനെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമായ വിഷമ ഭിന്ന സംഖ്യകൾ തന്നിട്ട് ഇവിടെ എല്ലാം ഒന്നാണ്. എല്ലായ്പ്പോഴും ഒന്നാകണം നിർബന്ധമില്ല, ചിലപ്പോൾ 2 3 ഒക്കെ വരാം. എന്തായാലും ഇവിടെ എല്ലാം ഒന്ന് തന്നെയാണ് വന്നത്. അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ്, തുല്യമാണ്, തുല്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് തരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിഷമ ഭിന്ന സംഖ്യ ആണോ 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 ആണ്. എടാ വിഷമ ഭിന്ന സംഖ്യ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നോക്കുക, അംശങ്ങൾ നോക്കുക. ആ അംശങ്ങളിലെ ചെറിയ അംശം വരുന്നത് വലിയ ഭിന്നസംഖ്യയായിരിക്കും, വലിയ അംശം വരുന്നത് ചെറിയ ഭിന്നസംഖ്യയായിരിക്കും. തിരിച്ചങ്ങ് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ വിഷമ ഭിന്ന സംഖ്യകൾ നോക്കിയിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അവിടുത്തെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണെങ്കിൽ ചെറിയ അംശം വരുന്നത് വലിയ ഭിന്നസംഖ്യ, വലിയ അംശം വരുന്നത് ചെറിയ ഭിന്നസംഖ്യ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യയാണ് ഇനി വേണ്ടത് ഇതിനകത്ത്. എടാ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ വേണമെങ്കിൽ അംശം വലുതായിരിക്കണം. അപ്പം അംശം വലുത് ഏതാ? 9 ആണോ വലുത്, 8 ആണോ വലുത്, 6 ആണോ വലുത്? 9 അല്ലേ വലുത്. അപ്പോൾ 9/8 ആണ് ചെറിയ ഭിന്നസംഖ്യ. അംശം വലുതാണെങ്കിൽ ഉത്തരം ചെറുതായിരിക്കും. അംശം വലുതാണെങ്കിൽ ആ ഭിന്നസംഖ്യ ചെറുതായിരിക്കും. അംശം വലുതാണെങ്കിൽ ചെറുതായിരിക്കും. ബാക്കിയുള്ളതിലെ 6 ആണോ വലുത് അതോ 8 ആണോ വലുത്? 8 അല്ലേ വലുത്. വലുത് വന്നാൽ ചെറുതായിരിക്കും. എടാ വലിയ അംശം വന്നാൽ ചെറിയ ഭിന്നസംഖ്യ. അപ്പോൾ 8/7. പിന്നെ വരുന്നത് 6/5. തുടക്കത്തിലെ 3/4. ഈ ഓപ്ഷൻ എവിടെ നോക്കുക? 3/4, 9/8, 8/7, 6/5. ഓപ്ഷൻ എ ആയിരുന്നു റൈറ്റ് ആൻസർ. ഇത്ര ഉള്ളായിരുന്നു പരിപാടി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടമക്കളെ, വിഷമ ഭിന്ന സംഖ്യകൾ തരുന്നു, എഴുതി വെച്ചു. വിഷമ ഭിന്ന സംഖ്യകൾ നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിട്ട് അവിടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണെങ്കിൽ, വിഷമ ഭിന്ന സംഖ്യകൾ തരുമ്പോൾ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ചെറിയ അംശം വരുന്നത് വലിയ ഭിന്നസംഖ്യ, വലിയ അംശം വരുന്ന ചെറിയ ഭിന്നസംഖ്യ. ഒന്നും കൂടെ, ചെറിയ അംശം വരുന്നത് വലിയ ഭിന്നസംഖ്യ. എടാ ചെറുതാണെങ്കിൽ വലുത്, ചെറുതാണെങ്കിൽ വലുത്, ചെറുതാണെങ്കിൽ വലുത്, വലുതാണെങ്കിൽ ചെറുത്, ചെറുതാണെങ്കിൽ വലുത്, വലുതാണെങ്കിൽ ചെറുത്, ചെറുതാണെങ്കിൽ വലുത്, വലുതാണെങ്കിൽ ചെറിയ. ചെറിയ അംശം വരുന്നത് വലിയ ഭിന്നസംഖ്യ, വലിയ അംശം വരുന്നത് ചെറിയ ഭിന്നസംഖ്യ. അപ്പൊ വലിയ അംശങ്ങൾ വരുന്നത് ചെറിയ ഭിന്നസംഖ്യ ആയിരിക്കും. അപ്പൊ വലിയ അംശങ്ങളുടെ ഓർഡറിൽ എഴുതുവാണെങ്കിൽ കറക്റ്റ് കിട്ടും നമുക്ക്. അപ്പം വലിയ അംശം 9, 9/8 ആണ് ചെറുത്. പിന്നെ വരുന്നത് 8/7, 6/5. അപ്പൊ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാ? എടാ മക്കളെ, ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത്? 6/5. ഏറ്റവും ചെറുത് ഏതാ? 3/4. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ടൊരു ബുക്കിനകത്തേക്ക് നോട്ട് ചെയ്തോണം. ഭിന്നസംഖ്യകളുടെ കമ്പാരിസൺ ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി പരിചയപ്പെടുത്തുവാണ്. ഇവിടെ 1/n + 2/n + 3/n + എക്സെട്ര n/n അതിൻ്റെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ ഇതിൻ്റെ ഉത്തരം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുവാണ്. ചോദ്യം 1/n + 2/n + 3/n + 4/n + എക്സെട്ര അപ് ടു n/n വില എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ചോദ്യം കാണുമ്പോഴേ നിങ്ങൾക്കറിയാം കുറച്ച് ഭിന്നസംഖ്യകളെ കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭിന്നസംഖ്യകളെ കൂട്ടാൻ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചിട്ട് ചോദ്യകർത്താവ് ഛേദം സെയിം ആയിട്ട് വെച്ചിരിക്കുക. എല്ലാ ഭിന്നസംഖ്യകളുടെയും ഛേദം സെയിം ആണ്, n ആണ്. അങ്ങനെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നസംഖ്യകളെ കൂട്ടുമ്പോൾ അവയുടെ ഛേദം സെയിം ആണെങ്കിൽ ആ ഛേദം അതുപോലെ തന്നെ എഴുതിയിട്ട്
അംശങ്ങളെല്ലാം കൂടെ കൂട്ടി വെച്ചാൽ മതി എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനാണെങ്കിൽ അംശങ്ങളെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കേ. അംശങ്ങളെല്ലാം കൂടെ കൂട്ടി അംശത്തിൽ എഴുതുക, ഡിവൈഡഡ് ബൈ ഛേദം n തന്നെ. 1, 2, 3, 4, 5, 6 എക്സെട്ര അപ് ടു n. എടാ 1 മുതൽ n വരെയുള്ള സംഖ്യകൾ കൂട്ടിയാൽ ആൻസർ എത്ര? നമ്മൾ ചെറിയ ക്ലാസ്സിലെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. n ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 2 ആണ് ഇക്വേഷൻ. ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യകളുടെ തുക 1, 2, 3, 4, 5, 6 അപ് ടു n. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 2. അതാണ് മുകളിലത്തെ ഭാഗം ചെയ്താൽ കിട്ടുന്ന ആൻസർ. ഡിവൈഡഡ് ബൈ n എന്ന് വരും. കാരണം ഛേദം n ആണ്. ആ n അതുപോലെ തന്നെ എഴുതി. അംശങ്ങളുടെ തുക ഡിവൈഡഡ് ബൈ n, ഛേദം n ആണ്. അംശങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ 1, 2, 3 എല്ലാം കൂടെ n വരെയുള്ള സംഖ്യകൾ കൂട്ടിയാൽ n ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. ഛേദം n ആണ്. സോ n എന്ന് പറഞ്ഞാൽ n/1 എന്ന് വേണമെങ്കിൽ എഴുതാം. ഇവിടെ രണ്ട് ഭിന്നസംഖ്യകളെ ഹരിക്കാൻ താഴെ കിടക്കുന്ന ഭിന്നസംഖ്യ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. താഴെ കിടക്കുന്ന ഭിന്നസംഖ്യ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. മുകളിൽ കിടക്കുന്ന ഭിന്നസംഖ്യ അതുപോലെ തന്നെ എഴുതുക. മുകളിൽ കിടക്കുന്ന അതുപോലെ തന്നെ എഴുതുക. തിരിച്ചിട്ട് ഗുണിക്കുക. തിരിച്ചിട്ട് ഗുണിച്ചാൽ 1/n. n കട്ടായി പോയി. ഉത്തരം n+1 ഡിവൈഡഡ് ബൈ 2. ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യം. സോ പരമാവധി ചോദ്യങ്ങൾ, മുൻവർഷ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം. കാരണം നമുക്ക് ഏറ്റവും അവസാനം നടന്നുപോയ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചുകൊണ്ട് വേണം എക്സാമുകളിലേക്ക് പോകാൻ. അത്തരത്തിൽ നമ്മുടെ പോലീസ് ഡ്രൈവറിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. സോ നല്ല ചോദ്യമായിരുന്നു. സോ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വീണ്ടും കടക്കുന്നു. ചോദ്യം ഇതാണ്: 10⁵5 ഇൻറ്റു 10�6 ഡിവൈഡഡ് ബൈ 10�7 ഇൻറ്റു 10⁸ വില എത്ര എന്നാണ് ചോദ്യം. സോ കൃത്യംഗ സംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എടാ മക്കളെ, a⁻m ഇൻറ്റു a⁻n ഈസ് ഈക്വൽ ടു a⁻m ഇൻറ്റു a⁻n ഈസ് ഈക്വൽ ടു a⁻m+n. 10⁵5 ഇൻറ്റു 10�6 ഈസ് ഈക്വൽ ടു 10⁵5 6 കൂടെ കൂട്ടിയാൽ 11. 10⁻11 എന്ന് വരും. 10⁵5 10�6 കൂടെ ഗുണിച്ചാൽ 10⁻11 ഡിവൈഡഡ് ബൈ 10⁻7 10⁻8 കൂടെ ഗുണിച്ചാൽ 7, 8, 15 10⁻15. അപ്പോൾ 10⁻5 10⁻6 കൂടെ ഗുണിച്ചാൽ 10⁻11 ആണ് ഡിവൈഡഡ് ബൈ 10⁻7 10⁻8 കൂടെ ഗുണിച്ചാൽ 10⁻15. ഇവിടെ a⁻m ഡിവൈഡഡ് ബൈ a⁻n ഫോമിലാണ് കിടക്കുന്നത്. a⁻m ഡിവൈഡഡ് ബൈ a⁻n ഇസ് ഈക്വൽ ടു a⁻m-n ആണ്. സോ 11 നിന്ന് 15 കുറയ്ക്കണം. എടാ മക്കളെ, 11 നിന്ന് 15 കുറച്ചാൽ -4 എന്ന് വരും. 10⁻−4 എന്ന് വരും ആൻസർ. 10⁻−4 എന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് a⁻m ഈസ് ഈക്വൽ ടു a⁻m ഈസ് ഈക്വൽ ടു 1/a⁻m. ഇങ്ങനൊരു ആൻസർ ഉണ്ടോ നോക്കിയാൽ മതി. അതായത് 10⁻4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 4 0 1 2 3 4. അതായത് 1/10,000 എന്നൊരു ആൻസർ ഉണ്ടോ നോക്കുക. 1/10,000 ഓപ്ഷനകത്ത് ഉണ്ടായിരുന്നു. ഇവിടെ ടൈപ്പ് ചെയ്തതിലെ മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. ഓപ്ഷൻ ബി ആയിട്ട് കിടക്കുന്നു. 1/10,000 തന്നെയാണ് അതിൻ്റെ ശരിയായ ഉത്തരം. 1/10,000 1/10,000. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, ഇവിടെ ഉപയോഗിച്ച കൃത്യംഗ നിയമങ്ങൾ തുടക്കത്തിൽ a⁻m ഇൻറ്റു a⁻n ഇസ് ഈക്വൽ ടു a⁻m+n. അപ്പോൾ 10⁻5 10⁻6 കൂടെ ഗുണിച്ചാൽ 10⁻11 വരും. താഴെ 10⁻7 10⁻8 കൂടെ ഗുണിച്ചാൽ 10⁻15 വരും. എന്നിട്ട് a⁻m ഡിവൈഡഡ് ബൈ a⁻n ഇസ് ഈക്വൽ ടു a⁻m-n. അതായത് 10⁻11 ഡിവൈഡഡ് ബൈ 10⁻5. 10⁻11 10⁻5 കൊണ്ട് ഹരിച്ചാൽ 10⁻−4 എന്ന് വരും. a⁻m ഡിവൈഡഡ് ബൈ a⁻n ഇസ് ഈക്വൽ ടു a⁻m-n. a⁻m-n
അതായത് രണ്ട് കൃത്യംഗ സംഖ്യകൾ ഹരിക്കുമ്പോൾ അവയുടെ ആധാര സംഖ്യ സെയിം ആണെങ്കിൽ പവറുകൾ തമ്മിൽ കുറയ്ക്കുക. 11 15 കുറച്ചാൽ 11 15 കുറച്ചാൽ -4 വരും. അതായത് ഉത്തരം 10⁻⁻4 എന്ന് വരും. ഈ 10⁻⁻4 ഓപ്ഷനകത്ത് ഇല്ലാത്തത് കൊണ്ട് a⁻m = 1/a⁻m ആണ്. a⁻m = 1/a⁻m ആണ്. അതായത് പവർ താഴോട്ട് വരുമ്പോൾ കൃതി പോസിറ്റീവ് ആവും. അപ്പോൾ 10⁻⁻4നെ 1/10⁻4 എന്ന് എഴുതാം. 10⁻4 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞ് 4 0 1/10,000 എന്ന് വരും. ഓപ്ഷൻ ബി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. നല്ല ചോദ്യമായിരുന്നു. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ കഴിഞ്ഞു പോയ പോലീസ് ഡ്രൈവർ പരീക്ഷയുടെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തു. ബാക്കി ചോദ്യങ്ങൾ അടുത്ത പാർട്ട് നമ്മൾ ഉൾപ്പെടുത്തും. സോ വീണ്ടും ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, മുൻ വർഷങ്ങളിൽ ചോദിച്ചു പോയ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. ഈ ഓരോ ടോപ്പിക്കുകൾ ഞാൻ ഇവിടെ പറഞ്ഞ സമയത്ത് ഓരോന്നും ഏത് ടോപ്പിക്ക് ഞാൻ ചോദിച്ചെന്നുള്ള കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നന്നായിട്ട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ നിങ്ങളുടെ പേരുകൾ ആദ്യം തന്നെ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. സോ ടേക്ക് കെയർ.